ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് കണ്ണൂരിൻ്റെ സ്വന്തം കോക്ടെയിൽ ഒന്ന് പരിചയപ്പെട്ടാലോ? ഇത് നമുക്ക് കണ്ണൂരിലെ പ്ലാസ ജംഗ്ഷനിലും അതുപോലെ തന്നെ കാൽടെക്സ് ജംഗ്ഷനിലുള്ള ഔട്ട്ലെറ്റുകളിൽ കിട്ടും കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കാണാം കേട്ടോ. അതിനായിട്ട് ഒരു പപ്പായ, നന്നായിട്ട് പഴുത്ത പപ്പായ, പിന്നെ ക്യാരറ്റ്, ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ക്യാരറ്റ് എടുക്കുന്ന സമയത്ത് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ അളവ് പപ്പായേക്കാളും കുറച്ച് മുന്നിട്ട് നിൽക്കുന്നതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി എന്താ, ഈ ക്യാരറ്റും അതുപോലെ തന്നെ പപ്പായ, പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, പിന്നെ നമുക്ക് വേണ്ടത് നന്നായി തണുപ്പിച്ചെടുത്ത പാല്, കുറച്ച് വാനില ഐസ്ക്രീം, പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയുടെ അളവ് നമുക്ക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. നമ്മുടെ നമ്മുടെ ഐസ്ക്രീം കൂടെ ആഡ് ചെയ്ത് കാരണം അതിൻ്റെയും കൂടെ മധുരം നോക്കിയിട്ട് മാത്രം പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി എന്താ, നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും, അല്ല ഫ്രഷ് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ കുറച്ച് കാഷ്യൂനട്ടും പോമഗ്രനേറ്റും കുറച്ച് ഡ്രൈ ഗ്രേപ്സുമാണ് ഇതിനകത്തൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെന്താ, ഒന്നും നോക്കാനില്ല, എന്താ ടേസ്റ്റ് എന്നറിയോ? നമ്മുടെ കണ്ണൂരുകാരുടെ സ്നേഹം പോലെ തന്നെയാണിത്. ഒരിക്കലും നിങ്ങൾ കഴിച്ചാൽ പിന്നെ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, കഴിച്ചുകൊണ്ടേയിരിക്കും. അത്ര രുചിയാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരും ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്തവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.